ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ രാജുവിനെ ചോദ്യം ചെയ്യാണ്, എന്തിനാണ് ഈ ഇവളെന്നെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് വിട്ടത്? നിനക്ക് പോവാമായിരുന്നില്ലേ? നിനക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല മേഡം, നന്ദിനി പറഞ്ഞു എനിക്ക് മാർക്കറ്റിലേക്ക് പോകണം, എനിക്ക് അവിടെയൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടത് എന്ന് പറയട്ടോ. അപ്പോൾ പത്മ പറയണം, ആ ചാലുകൾ എവിടെയുണ്ടെങ്കിലും ഇവൾ അത് തേടി പിടിച്ചു പോവും, കാരണം ഇവൾ വളർന്നതും ജനിച്ചതുമൊക്കെ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ്. പക്ഷേ ഇവൾ പറയുന്നതൊക്കെ അനുസരിക്കാനല്ല ഞാൻ നിനക്ക് ശമ്പളം തരുന്നത്. നീ ഞാൻ പറയുന്നത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീട് വിട്ട് ഇറങ്ങിക്കൊള്ളണം, മനസ്സിലായോ? അപ്പോൾ നന്ദിനി പറയണേ, രാജുവേട്ടനെ ഒന്നും പറയണ്ട, രാജുവേട്ടൻ പോവണ്ട എന്ന് പറഞ്ഞപ്പോഴും ഞാനാണ് നിർബന്ധിച്ച് പോയത് എന്ന് പറയുമ്പോൾ രജ പറയണേ, എന്തിന്? ഇവിടെ അമ്മയ്ക്കാണ് എല്ലാത്തിനും സ്ഥാനമുള്ളത്, അമ്മയെക്കാളും വലിയ സ്ഥാനമാണ് നിനക്ക് എന്ന് നീ തോന്നി തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയണേ, ഇവൾ ഇവിടേക്ക് വരുമ്പോൾ അവളെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന രംഗമൊന്ന് കാണണമായിരുന്നു അമ്മേ എന്ന് പറയുമ്പോൾ, ആണോ, അങ്ങനെയൊക്കെയാണോ? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇവിടെ എൻ്റെ ഭർത്താവും എൻ്റെ മകനും ഒക്കെ നിന്നോട് നല്ലതുപോലെ പെരുമാറുന്നുണ്ടാവും, പക്ഷെ അത് മുതലാക്കാനൊന്നും നീ നിൽക്കണ്ട. ഈ ചവിട്ടി നിൽക്കുന്ന ഈ വീട് അത് പത്മയുടെ വീടാണ്, നീ അത് മാത്രം ഓർത്താൽ മതി. എൻ്റെ മകൻ എന്നോട് ധിക്കരിച്ച് പെരുമാറുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ അത് മുതലാക്കാനൊന്നും നീ നിൽക്കണ്ട. അങ്ങനെ വല്ലതും നീ ചെയ്താൽ ഇവിടെ ഈ വീടിൻ്റെ ഏതെങ്കിലും മൂലയിൽ അനക്കമില്ലാതെ കിടക്കേണ്ടി വരും, അത് നീ ഓർത്തോ എന്നും പറഞ്ഞ് പത്മജ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയാണ്, നീ ഓർത്തോ, വെറുതെ മമ്മിയെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട, മമ്മിക്ക് ദേഷ്യം വന്നാൽ നിന്റെ വീട്ടുകാരാവും അനുഭവിക്കേണ്ടി വരിക, അത് നീ ഓർത്തു വെച്ചോ എന്നും പറഞ്ഞ് ഇന്ദ്രജയും വേദയും അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ രാജുവേട്ടൻ വന്ന് ഇതൊന്നും കാര്യാക്കണ്ട മോളെ എന്ന് പറഞ്ഞ് രാജുവേട്ടൻ ആശ്വസിപ്പിക്കുമ്പോൾ നന്ദിനി പറയണേ, ഇതൊക്കെ ഒരു ശീലമായി രാജുവേട്ട എനിക്ക് എന്നും പറഞ്ഞ് അകത്തേക്ക് നന്ദിനി പോവാട്ടോ. അപ്പോൾ സുമയോട് പറയണേ, നീ എന്തിനാടി ഇതൊക്കെ വിളിച്ച് പറയാൻ നിന്നത്? മേഡം വന്നപ്പോൾ എല്ലാ കാര്യവും നീ കൃത്യമായി പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ മേഡത്തിൻ്റെ കയ്യിൽ നിന്നാണ് ശമ്പളം വാങ്ങുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ ഇങ്ങനെ ശമ്പളം വാങ്ങുന്നതിലും ഭേദം നീ അങ്ങ് കെട്ടിത്തൂങ്ങി ചാകുന്നതാണ് നല്ലത് എന്ന് പറയട്ടോ. അങ്ങനെ രാജുവേട്ടൻ അകത്ത് പോയി കഴിഞ്ഞ ശേഷം സുമ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു പുച്ഛഭാവത്തോടെയാണ് കേൾക്കുന്നത്. പിന്നീട് നന്ദിനി ആരതിയെ ഫോൺ വിളിച്ച് അമ്മയുടെ ആണ്ട് കഴിക്കുന്നതിനെ കുറിച്ച് പറയട്ടോ. എല്ലാ വർഷവും അമ്മയുടെ പേരിൽ ബലിയിടാറുണ്ട്, ഇത്തവണ അത് കഴിയില്ല എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് കഴിയില്ല? നിനക്ക് അവിടെ ചെയ്തുകൂടെ? അത് ഏട്ടനോട് പറഞ്ഞാൽ മതി, ഭംഗിയായിട്ട് തന്നെ ഏട്ടൻ ചെയ്യാൻ സഹായിക്കുമെന്ന് പറയുമ്പോൾ, അതിനൊന്നും ഇവിടുത്തെ അമ്മ സമ്മതിക്കില്ല. പത്മ മേഡം അതിൻ്റെ പേരിലാവും ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്. ആരതി ഒരു കാര്യം ചെയ്യോ, ഒരു കർമ്മിയെ വിളിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ മതി, പിന്നെ അവിടെ വന്ന് ഞാൻ അമ്മയുടെ പേരിൽ ബലികർമ്മ്യം നടത്തിക്കോളാം. എന്താ നീ ഇങ്ങോട്ട് പോരെ, വിവേകിനോടൊന്നും ചോദിക്കേണ്ടതില്ല, നീ ഇവിടേക്ക് പോരെ എന്ന് പറയട്ടെ. വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ, 4-5 പേരെ വിളിച്ച് അന്നദാനവും ചെറിയ ദക്ഷിണയും കൊടുക്കണം എന്ന് പറയട്ടോ. ഞാനിവിടെ എടുത്തുള്ള അയലത്തുകാരെ 4-5 പേരെ വിളിച്ചോളാം, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി നന്ദിനി എന്ന് ആരതി പറയട്ടോ. എല്ലാ വർഷവും അമ്മയുടെ പേരിൽ ഈ ബലികർമ്മം നടത്തുന്നതാണ് എന്ന് പറയുമ്പോൾ, അതിനെന്താ, ഭംഗിയായിട്ട് തന്നെ ഇത്തവണയും നടത്താം, ഇവിടെ അടുത്തുള്ള ഒരു കർമ്മിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിക്കോളാം എന്നും പറഞ്ഞ് ആരതി ഫോൺ വെക്കാൻ കേട്ടോ. പിന്നീട് യതീന്ദ്രൻ്റെ അടുത്തേക്ക് നന്ദിനി ചെന്ന് കാര്യങ്ങളൊക്കെ പറയണേ, ഞാൻ നാളെ ആരതിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകുന്നുണ്ട്, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ആ ഒരു ചെറിയ വിശേഷമുണ്ട്, എൻ്റെ അമ്മയുടെ ആണ്ടാണ് നാളെ, അപ്പോൾ എല്ലാ വർഷവും മുടങ്ങാതെ ഞാൻ ബലിയിടാറുണ്ട്, അപ്പോൾ ഇത്തവണയും അവിടെ വെച്ച് ചെയ്യാമെന്നാണ് കരുതിയത്. നീ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടാണോ നീ എന്നോട് വന്ന് ചോദിക്കുന്നത് എന്ന് യതീന്ദ്രൻ ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല അച്ഛാ, പേടിച്ചിട്ടാണ് ചോദിക്കാതിരുന്നത് എന്ന് പറയട്ടോ. എന്തായാലും നീ ഇവിടെയല്ലേ താമസിക്കുന്നത്, അപ്പോൾ ഇവിടെ വെച്ച് നടത്തിയാൽ പോരെ മോളെ എന്ന് ചോദിക്കുമ്പോൾ, അത് വേണ്ട, പത്മ മേഡം പ്രശ്നമുണ്ടാക്കും, അതുകൊണ്ടാണ്. ഇക്കാര്യത്തിനൊന്നും പത്മ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, ആദ്യം ആലോചിക്കുമ്പോൾ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ തോന്നും, പക്ഷേ പത്മയ്ക്ക് ഇക്കാര്യത്തിലൊന്നും ഒരിക്കലും തടസ്സം നിൽക്കാൻ കഴിയില്ല. പത്മയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ്. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇവിടെ തന്നെ ഈ ചടങ്ങ് നടത്താം, ഞാനൊരു കർമ്മിയെ വിളിച്ച് ഏർപ്പാടാക്കിക്കോളാം, ഇത് അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്, കാരണം എനിക്കിവിടെ ഒരുപാട് കുറവുകളുണ്ടാവാം, പക്ഷേ ഇതെങ്കിലും ഈ അച്ഛന് ചെയ്തു തരണമല്ലോ, അതുകൊണ്ടാണ്. അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ് മോളുടെ അമ്മയുടെ പേരിൽ നടത്തുന്ന ഈ ബലികർമ്മം ഒരിക്കലും ഇല്ല, എല്ലാ വർഷവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ വീട്ടിൽ വെച്ച് നടത്താം, ഇത് മോളുടെ കൂടി വീടാണെന്നുള്ള ചിന്ത മോളുടെ മനസ്സിലുണ്ടാവണം എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് കണ്ണു നിറയാണ്. അങ്ങനെ നന്ദിനി കരഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് സാർ എന്ന് പറയുമ്പോൾ, എന്തിനാണ് മോളിങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും കരയുന്നത്? ഇതൊരു സന്തോഷമുള്ള കാര്യമല്ലേ, മോൾ എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത്? മോൾ സന്തോഷമായിട്ട് പോയിക്കോ, നാളെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താം, ഞാനൊരു കർമ്മിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിക്കോളാം എന്ന് പറയണേ. അങ്ങനെ സന്തോഷത്തോടു കൂടി നന്ദിനി ഇക്കാര്യം വിളിച്ച് മുത്തശ്ശിയെ വിളിച്ച് അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രിയങ്കയാണ് ആദ്യം ഫോൺ എടുക്കുന്നത്. എന്നിട്ട് പറയണേ, ചേച്ചി നാളെ അമ്മയുടെ ആണ്ടുബലി നടത്തുന്നതല്ലേ, ചേച്ചിക്ക് കൂടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി നല്ല വിഷമത്തിലാണെന്ന് പറയുമ്പോൾ, മുത്തശ്ശി അപ്പോഴത്തേക്കും വരികയാണ്. എന്നിട്ട് ഫോൺ വാങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് സംസാരിക്കുകയാണ്, മുത്തശ്ശി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അമ്മയുടെ ബലികർമ്മങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ വെച്ച് നടത്തുകയാണ്, സൂര്യസാറിൻ്റെ വീട്ടിൽ വെച്ച് എന്ന് പറയുമ്പോൾ, അതിന് പത്മ മേഡം സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, സാറ് പറഞ്ഞു ഈ വീട്ടിൽ വെച്ച് തന്നെ നടത്തിയാൽ മതിയെന്ന്, നീ എവിടെയാണ് താമസിക്കുന്നത് ആ വീട്ടിൽ വെച്ചാണ് നിന്റെ അമ്മയുടെ പേരിലുള്ള ബലികർമ്മം നടത്തേണ്ടത്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വിളിക്കുന്നത്. അങ്ങനെ ഫോൺ വെച്ച ശേഷം പിന്നീട് യതീന്ദ്രനും സൂര്യയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ സൂര്യ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ യതീന്ദ്രനെ കണ്ടതോടുകൂടി കള്ളുകുപ്പി മാറ്റി വെക്കുകയാണ്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, എനിക്ക്
സൂര്യ നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛാ ഇപ്പോൾ എന്നോട് പറയണ്ട, എനിക്കിപ്പോൾ അതൊന്നും തലയിൽ കയറില്ല, നാളെ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ നാളത്തെ കാര്യമാണ് ഞാൻ നിന്നോട് പറയാൻ വന്നത്, നാളത്തെ കാര്യം ഇന്നല്ലേ പറയേണ്ടത്, എന്താണ് അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനിയുടെ അമ്മയുടെ ആണ്ടാണ് നാളെ, അപ്പോൾ അത് ആരതിയുടെ വീട്ടിൽ പോയി ചെയ്യണമെന്നാണ് അവൾ കരുതിയത്. നാട്ടുമ്പുറത്തുള്ളവരൊക്കെ അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു കർമ്മിയെ വീട്ടിൽ വിളിച്ചൊക്കെയാണ് ചെയ്യാറുള്ളത് എന്ന് പറയുമ്പോൾ സൂര്യ പറയാം അതിനെന്താ, ഞാൻ തന്നെ നാളെ അമ്പലത്തിലേക്ക് നന്ദിനിയെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലടാ, ആരതിയെ വിളിച്ച് അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെന്താ വിവേകിന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകണോ, ഞാൻ കൊണ്ടുപോയിക്കോളാം അച്ഛാ എന്ന് പറയുമ്പോൾ അതല്ലടാ ഞാൻ പറഞ്ഞത്, ഇവിടെ വെച്ച് നടത്താനാണ് ഞാൻ നന്ദിനിയോട് പറഞ്ഞത്, അപ്പോൾ നീ നാളെ കള്ളൊന്നും കുടിക്കരുത്, അവളുടെ അമ്മയ്ക്ക് വേണ്ടി നീ അങ്ങനെ ഒരു കാര്യമെങ്കിലും ചെയ്യണം, നീ കാരണം അവൾ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട്, നീ ചെയ്ത് തെറ്റുകൊണ്ടാണെന്ന് പറയുമ്പോൾ അച്ഛാ ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളത് എനിക്കറിയാം, ഞാൻ കാരണം അവൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നും എനിക്കറിയാം, അതുകൊണ്ട് അച്ഛനെ കൊണ്ട് കഴിയാവുന്ന സഹായം, അവളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള സഹായം ചെയ്യണമെന്ന് പറയട്ടോ. ഞാൻ ചെയ്തോളാം, പക്ഷേ ഞാൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം അവൾക്ക് നീ ചെയ്യുമ്പോഴാവും, നീ എന്തെങ്കിലും ചെയ്താലാവും അവൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക, അതാണ് പെണ്ണുങ്ങൾ, ഭർത്താക്കന്മാർ ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ സന്തോഷമുണ്ടാവുക എന്ന് പറയുമ്പോൾ അതെന്താ അച്ഛ അങ്ങനെ പറഞ്ഞത്, അങ്ങനെയാണടാ, അവർ നിങ്ങളോട് താങ്ക്സ് ഒന്നും പറഞ്ഞില്ലെങ്കിലും അവർ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തിയും അവരുടെ മനസ്സിൽ അവർ സൂക്ഷിച്ചു വെക്കും. ഇപ്പോൾ സൂര്യ പറയണേ ഈ പെണ്ണുങ്ങളുടെ മനസ്സൊരു കുഴപ്പം പിടിച്ച മനസ്സാണല്ലേ അച്ഛ എന്ന് പറയുമ്പോൾ നീ കൂടുതൽ വാചകം അടിക്കാതെ ഞാൻ പറയുന്നത് പോലെ ചെയ്യേ, നാളെ നീ കുറച്ച് സമയത്തേക്ക് കള്ളു കുടിക്കരുത് എന്ന് പറയുമ്പോൾ അച്ഛ എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്, നന്ദിനിയുടെ അമ്മയുടെ ബലികർമ്മമാണെന്ന് കരുതി എന്നെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിടുന്നത് എന്ന് പറയുമ്പോൾ നീ ഒന്ന് പറഞ്ഞത് കേൾക്ക്, കുറച്ച് സമയത്തേക്കും അവളുടെ അമ്മയ്ക്ക് വേണ്ടി നീ കള്ളു കുടിച്ചില്ല എന്ന് കാണുമ്പോൾ അത് നന്ദിനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാവും, പിന്നെ പത്മ എങ്ങാനും വല്ല പ്രശ്നവും ഉണ്ടാക്കിയാൽ അവൾക്ക് വേണ്ടി പത്മയോട് സംസാരിക്കണം, അത് മദ്യത്തിന്റെ പേരിലാവരുത്, ആത്മാർത്ഥതയോട് കൂടിയിട്ടാവണം സംസാരിക്കേണ്ടത്, അല്ലാതെ അമ്മയോടുള്ള പക തീർക്കാനല്ല സംസാരിക്കേണ്ടത്, നാളെ നീ കുറച്ചു നേരത്തേക്ക് കള്ളു കുടിക്കില്ല എന്നുള്ളത് എനിക്ക് വാക്ക് തരണമെന്ന് പറയട്ടോ. അപ്പോൾ സൂര്യയ്ക്ക് വാക്ക് കൊടുക്കാൻ ഒരു ചെറിയ മടി വരികയാണ്. അപ്പോൾ വീണ്ടും യതി ചോദിക്കുകയാണ് നീ എനിക്ക് വാക്ക് തരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ സൂര്യ അച്ഛൻ്റെ കയ്യിൽ തൊട്ട് വാക്ക് കൊടുക്കുകയാണ്, നാളെ ഞാൻ കുറച്ചു നേരത്തേക്ക് കള്ളു കുടിക്കില്ല എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കണം. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നന്ദിനി രാജുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് എനിക്ക് ബലികർമ്മം നടത്താനുള്ള സാധനങ്ങൾ, പൂജാ സാധനങ്ങളൊക്കെ രാജുവേട്ടനൊന്ന് വാങ്ങിച്ചു കൊണ്ടുപോയോ എന്ന് പറയട്ടോ. അങ്ങനെ രാജു അത് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ രാജു പറയുന്നുണ്ട് മോളുടെ മുഖത്ത് ഇന്ന് നല്ല സന്തോഷമുണ്ട്, ഒരു തെളിച്ചമുണ്ട് കുറേ നാളിന് ശേഷം എന്ന് പറയുമ്പോൾ നന്ദിനി പറയാണ് അത് ഇവിടുത്തെ സാർ എന്നോട് ഇവിടെ വെച്ച് തന്നെ അമ്മയുടെ ബലികർമ്മങ്ങളൊക്കെ നടത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്, ഞാൻ എവിടെ പോയാലും അമ്മയുടെ ബലിയിടുന്ന ചടങ്ങ് മുടങ്ങരുത് എന്നായിരുന്നു, അത് തന്നെ എന്നോട് യതീന്ദ്ര സാർ ഇവിടെ തന്നെ വെച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞതും കർമ്മിയെ വിളിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്തത് യതീന്ദ്രൻ സാറാണെന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ രാജുവിനും ഒരുപാട് സന്തോഷമാവാണ്, അവളുടെ നല്ല മനസ്സിന് ഒരു തടസ്സവും വരില്ല എന്ന് പറഞ്ഞ് രാജു സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാട്ടോ. പിന്നീട് നന്ദിനി യതീന്ദ്രന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് എവിടെയാണ് കർമ്മം നടത്തേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഉമ്മറത്ത് തന്നെ നടത്തിക്കോ എന്ന് പറയുമ്പോൾ അത് വേണ്ട, പത്മ മേഡം ഇറങ്ങിപ്പോകുന്ന സ്ഥലമല്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ പറയണേ ഒരു പ്രശ്നവും പത്മ ഉണ്ടാക്കില്ല, ആ ഉറപ്പ് ഞാൻ നിനക്ക് തരുന്നില്ലേ, പിന്നെ എന്തിനാണ് മോളിങ്ങനെ പേടിക്കുന്നത്, കർമ്മം നിന്റെ അമ്മയുടേത്, അത് ഉമ്മറത്ത് തന്നെ വെച്ച് നടന്നോട്ടെ എന്ന് പറഞ്ഞ് സമ്മതം കൊടുക്കാൻ കേട്ടോ. അങ്ങനെ സന്തോഷത്തോടു കൂടി നന്ദിനി കർമ്മങ്ങൾ നടത്താൻ വേണ്ടി ബലികർമ്മം നടത്താൻ വേണ്ടി ഉമ്മറത്തേക്ക് ചെല്ലണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് യതീന്ദ്രനും സൂര്യയും അത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും അവിടേക്ക് ആദര കൂടെ വന്നിട്ടുണ്ടാവും. അങ്ങനെ നന്ദിനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആദര കൂടി നോക്കി നിന്ന് കാണുക കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് ഇന്ദ്രജയും വേദയും വിജയനും കൂടി അവിടെ എത്തുകയാണ്. എന്നിട്ട് അവർ 3 പേരും കൂടി സംസാരിക്കുകയാണ്. ഇവൾ എന്താ ഈ കാണിക്കുന്നത്, അമ്മ കണ്ടു വന്നാൽ ഇന്ന് നല്ലൊരു പുകില് തന്നെ ആവും, ഇവൾക്ക് ഇത്രയ്ക്ക് ധൈര്യമോ എന്നൊക്കെ ഇന്ദ്രജയും വേദയും കൂടി പറയട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയാണ് എന്തായാലും അമ്മ ഇത് കണ്ടുവരട്ടെ, അവളുടെ ഇന്നത്തെ ഈ ചടങ്ങ് അമ്മ തന്നെ അലങ്കോലമാക്കിക്കോളും എന്നൊക്കെ അവർ 3 പേരും കൂടി ഇങ്ങനെ പറയാണ്. അങ്ങനെ പത്മജിയോട് ഇക്കാര്യം വേദയും ഇന്ദ്രജയും കൂടി പറയാൻ കേട്ടോ. അങ്ങനെ പത്മ കല്ല് തുള്ളിയിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഇത് കാണുമ്പോൾ പത്മജി അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും അങ്ങ് വലിച്ചെറിയുകയാണ് കേട്ടോ. എന്നിട്ട് ആ ചടങ്ങ് അങ്ങ് കുളമാക്കുകയാണ്. അപ്പോൾ സൂര്യയ്ക്കും യതീന്ദ്രനും ഒന്നും പറയാനാവാതെ അവരിങ്ങനെ നിസ്സഹായതോട് കൂടിയിട്ടാണ്ടോ നോക്കി നിൽക്കുന്നത്. അപ്പോൾ നന്ദിനി പൊട്ടിക്കരയുകയാണ്, അമ്മയുടെ ബലികർമ്മം മുടങ്ങിയല്ലോ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ പ്രശ്നമാണല്ലോ ഉണ്ടായത് എന്നുള്ള സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ടാണ് കേട്ടോ നന്ദിനി ഇത് നോക്കി നിൽക്കുന്നത്. അപ്പോൾ ആതിരയ്ക്കൊക്കെ എങ്ങനെ നന്ദിനിയെ സമാധാനപ്പെടുത്തണം എന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ യതീന്ദ്രൻ നന്ദിനിയുടെ അടുത്തേക്ക് വന്നിട്ട് ആശ്വാസ വാക്കുകളൊക്കെ പറയുന്ന സമയത്ത് നന്ദിനി അങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അമ്മയുടെ ബലികർമ്മം മുടങ്ങിയല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സാറിനോട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സൂര്യ ഒന്നും മിണ്ടാനാവാതെ സൂര്യ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. എന്നിട്ട് സൂര്യ ദേഷ്യത്തിൽ ഇത് ഓർത്തിട്ട് അമ്മ നന്ദിനിയോട് ഈ ചെയ്തതിന് എനിക്ക് അത് വിട്ടുകൊടുക്കാൻ
കഴിയില്ല എന്നുള്ള ആ ഒരു കുറ്റബോധമൊക്കെ മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് കള്ള് കുടിച്ച ശേഷം സൂര്യ വിവേകിന് ഫോൺ ചെയ്യാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ വിവേക് പറയാണ്, ആ ബലികർമ്മം നടത്താൻ നന്ദിനി എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇത് തെറ്റു തന്നെയാണ് സൂര്യ, നീ ഇപ്പോഴാണ് നന്ദിനിയെ സഹായിക്കേണ്ടത്. അതുകൊണ്ട് നീ ഈ ചടങ്ങ് ഭംഗിയായിട്ട് തന്നെ നന്ദിനിക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് വിവേക് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അത് കേട്ടതോടുകൂടി സൂര്യ പിന്നെ കർമ്മിയുമായിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഭംഗിയായിട്ട് തന്നെ ആ ചടങ്ങ് അങ്ങ് പൂർത്തിയാക്കാൻ കേട്ടോ. ആ സമയത്ത് പത്മജയ്ക്ക് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായതോടു കൂടി സൂര്യയെ ഒന്ന് ധിക്കരിക്കാൻ പോലും കഴിയാതെ, ഒച്ചയെടുത്ത് സംസാരിക്കാനോ അത് തടയാനോ ഒന്നും കഴിയാതെ നോക്കി നിന്ന് പോവാണ്. അങ്ങനെ ഭംഗിയായിട്ട് തന്നെ നന്ദിനിക്ക് വേണ്ടി സൂര്യ ആ ഒരു ചടങ്ങ് നടത്താൻ കേട്ടോ. എന്നിട്ട് കുറച്ച് പേരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവർക്ക് ദക്ഷിണയും ഡ്രസ്സും ഒക്കെ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നന്ദിനിയുടെ അമ്മയുടെ ബലികർമ്മത്തിൻ്റെ ചടങ്ങ് ഭംഗിയായിട്ട് തന്നെ സൂര്യ ചെയ്യാണ്. ആ സമയത്ത് നന്ദിനിക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ യതീന്ദ്രനും അതൊരുപാട് സന്തോഷമാവാണ്. അങ്ങനെ സൂര്യ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് നന്ദിനി കരുതുന്നത് അമ്മയോടുള്ള പകപ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ കൂട്ടുനിന്നത് എന്നാവട്ടോ നന്ദിനി മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ നന്ദിനി നേരെ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലണം. ആ സമയത്തൊക്കെ സൂര്യ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യയോട് നന്ദിനി നന്ദി പറയണേ, സാർ ഇപ്പോൾ എനിക്ക് വേണ്ടി ചെയ്ത ഈ ഒരു കാര്യം അത് ഞാൻ മരണം വരെയും മറക്കില്ല. എൻ്റെ അമ്മയുടെ ബലികർമ്മം മുടങ്ങാതെ നടത്താൻ വേണ്ടി സാറ് എനിക്ക് വേണ്ടി സഹായം ചെയ്തത് അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അമ്മയോടുള്ള ദേഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും സാറ് എൻ്റെ അമ്മയുടെ ഈ ബലികർമ്മം നടത്താൻ വേണ്ടി സഹായിച്ചല്ലോ എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് നന്ദി പറയുന്ന സമയത്ത് സൂര്യ പറയണേ, നന്ദിനി നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. എനിക്ക് എൻ്റെ അമ്മയോട് കിട്ടുന്ന അവസരത്തിലൊക്കെ ഞാൻ എനിക്കുള്ള ദേഷ്യം തീർക്കാറുണ്ട്. അത് നീ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ നടന്ന ചടങ്ങുണ്ടല്ലോ, നിൻ്റെ അമ്മയുടെ ബലികർമ്മം നടത്തുന്ന ഈ ചടങ്ങ് അത് എൻ്റെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിൻ്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തത്. അത് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനത് എൻ്റെ മനസ്സിൽ തട്ടി ആത്മാർത്ഥതയോട് കൂടി നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ചടങ്ങ് ഞാൻ നടത്തിയത് എന്ന് പറയുമ്പോൾ നന്ദിനിയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് സൂര്യ പറയണേ, കണ്ടില്ലേ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താറുണ്ട്, എന്നെ പ്രസവിച്ച എൻ്റെ പെറ്റമ്മയോട് നീ എന്താ സൂര്യ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ച്. പക്ഷേ നീ ഇപ്പോൾ കണ്ടില്ലേ നന്ദിനി, എൻ്റെ അമ്മയാണ്. പക്ഷേ എൻ്റെ അമ്മ നിന്നോട് ചെയ്ത ദ്രോഹം കണ്ടില്ലേ? ഇങ്ങനെ അമ്മ ചെയ്യാൻ പാടുണ്ടോ? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ അമ്മയുടെ മനസ്സ് മുഴുവനും അഹങ്കാരമാണ്. എൻ്റെ അമ്മയ്ക്ക് ആരോടും ഒരു മനസ്സലിവുമില്ല. എൻ്റെ അമ്മ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അതുപോലെ നടക്കണം. എൻ്റെ അമ്മയുടെ മനസ്സ് മുഴുവനും കുശുമ്പും അഹങ്കാരവും നിറഞ്ഞിരിക്കുകയാണ്. മനസാക്ഷിയുള്ള ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ എൻ്റെ അമ്മ ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ചെയ്തത്? ഇല്ല, എൻ്റെ അമ്മയ്ക്ക് മനസാക്ഷിയൊന്നും ഇല്ല തന്നെ. നന്ദിനി നന്ദി പറഞ്ഞ ശേഷം നന്ദിനി പോയി കഴിഞ്ഞ ശേഷം അവിടേക്ക് യതീന്ദ്രൻ വരികയാണ്. എന്നിട്ട് യതീന്ദ്രൻ സൂര്യയെ പുകഴ്ത്തി ഒരുപാട് സംസാരിക്കാൻ കേട്ടോ. മോനെ, നീ ഒരു നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. അതുപോലെയാണ് എൻ്റെ പഴയ സൂര്യ ഉണ്ടായിരുന്നത്, അതുപോലെ എൻ്റെ പഴയ സൂര്യ എനിക്കിപ്പോൾ കുറേശ്ശെയായി തിരിച്ചു കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്ന സമയത്ത് സൂര്യ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. ചിരിക്കൊന്നും വേണ്ടടാ, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞത്. നീ ഇപ്പോൾ പഴയ സൂര്യയായി കുറേശ്ശെ തിരിച്ചു വരുന്നുണ്ട് എന്ന് പറയണം. പിന്നെ നിന്നോട് എനിക്കൊരു നന്ദി പറയാനുണ്ട്. നീ എൻ്റെ വാക്ക് കേട്ട് നീ കുറച്ചു നേരത്തെങ്കിലും കള്ളു കൊടുക്കാതിരുന്നല്ലോ, അത് ഈ അച്ഛന് വലിയ സന്തോഷമായി. അതിന് നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിൻ്റെ അമ്മ പ്രശ്നമുണ്ടാക്കിയതിൻ്റെ ശേഷമാണല്ലോ നീ കുടിച്ചത്, അത് കുഴപ്പമില്ല. അതുവരെ നീ അച്ഛൻ്റെ വാക്ക് കേട്ട് കുടിക്കാതിരുന്നല്ലോ, അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് മോനെ. പിന്നീട് പത്മജയുടെ അടുത്തേക്ക് ഇന്ദ്രജയും വേദയും വിജയനും കൂടി ചെല്ലാണ് കേട്ടോ. എന്നിട്ട് പത്മജയെ എരിപിരി കയറ്റാണ്. ഇപ്പോൾ സൂര്യയ്ക്ക് അമ്മയോട് ഒട്ടും തന്നെ ഇപ്പോൾ വിലയില്ലാതായിട്ടുണ്ട്. അമ്മയോട് ഒരു ബഹുമാനവുമില്ല. അമ്മ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ നേരെ വിപരീതമാണ് സൂര്യയ്ക്കിപ്പോൾ ചെയ്യാൻ കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് പത്മജയെ ഇങ്ങനെ എരിപിരി കയറ്റുകയാണ്. അങ്ങനെ സൂര്യയ്ക്ക് മുന്നിൽ പത്മജയ്ക്ക് വീണ്ടും തോറ്റു തുന്നം പാടുകയാണ്. അവിടേക്ക് സ്റ്റുഡിയോയിലെ പയ്യൻ വരുന്നുണ്ട്. സൂര്യയുടെയും നന്ദിനിയുടെയും കല്യാണം കഴിഞ്ഞതിൻ്റെ വീഡിയോസും ഫോട്ടോസും ആയിട്ട് കേട്ടോ. എന്നിട്ട് അത് നന്ദിനിയോട് ഒപ്പിട്ട് വാങ്ങാൻ പറയുന്ന സമയത്ത് നന്ദിനിക്ക് പേടിയായിട്ട്, ഇല്ല അത് വേണ്ട, ഇവിടുത്തെ ആരെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞ് വേദയോടും ഇന്ദ്രജയോടും വിജയനോടും കൂടി ചെന്ന് പറയാൻ കേട്ടോ. ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ ഒരു പയ്യൻ വന്നിട്ടുണ്ട്. സൂര്യ സാറിൻ്റെ കല്യാണ ആൽബവുമായിട്ടാണ് അവർ വന്നത് എന്ന് ചോദിക്കുമ്പോൾ വേദ കളിയാക്കുന്നുണ്ട്. അതെന്താ, സൂര്യയുടെയും നിൻ്റെയും കല്യാണം വെവ്വേറെയാണോ നടന്നത്? നിൻ്റെയും കൂടി ചേർന്നിട്ടാണല്ലോ അന്ന് കല്യാണം നടന്നത്, എന്നിട്ടെന്താ നീ അത് പറയാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വേദ പോയിട്ട് ഒപ്പിട്ട് വാങ്ങുകയാണ് ആ കല്യാണ ആൽബം. എന്നിട്ട് വീണ്ടും അതിനൊരു പണി കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ വേദയും ഇന്ദ്രയും കൂടി നിൽക്കുന്നത്.